തിയേറ്ററിലും ബോക്സ് ഓഫീസിലും ചോര വിതറുന്ന മാർക്കോ എന്ന ചിത്രത്തിന്റെ പുത്തൻ കളക്ഷനെ കുറിച്ചും ഇപ്പോൾ വരുന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകളെ കുറിച്ചും പറയാതെ വയ്യ. അതിലേക്ക് വരാം. അതിന് മുന്നേ അമൽ വി സോമൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ച ഒരു കുറിപ്പുണ്ട്. അത് ഞാൻ വായിച്ച സമയത്ത് എനിക്കത് ഭയങ്കരമായിട്ട് ശരിയാണെന്ന് തോന്നി. ആ ഒരു കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അതിനുശേഷം ചിത്രത്തിന്റെ കൂടുതൽ കളക്ഷനും ബാക്കിയുള്ള അപ്ഡേറ്റുകളിലേക്കും നമുക്ക് തിരിച്ചു വരാം. പലപ്പോഴും ഉണ്ണി മുകുന്ദൻ എന്ന നടന്റെ കാര്യത്തിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങേർക്ക് പറ്റിയ പടങ്ങൾ അങ്ങനെ വെച്ച് ആരും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള കാര്യം. മലയാളത്തിൽ ഏതൊരു നടനെ എടുത്താലും ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉണ്ണിയേക്കാൾ നല്ലൊരു ഓപ്ഷൻ മറ്റൊരാൾ ഉണ്ടെന്ന് ഇതുവരെയും തോന്നിയിട്ടില്ല. പുള്ളിയുടെ ലുക്ക് മസിൽസ് ഒക്കെ വെച്ച് സങ്കല്പത്തിലുള്ള ഒരു മാസ് ഹീറോക്ക് വേണ്ട എല്ലാം ഒത്തിണങ്ങിയ ഒരാൾ. എന്നിട്ടും അയാളുടെ ലെവലിന് പറ്റിയ പെട ഐറ്റംസ് ഇറക്കാൻ മലയാളത്തിൽ ഒരു സംവിധായകനും ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. ഇയാൾ വല്ല തെലുങ്ക് ഇൻഡസ്ട്രിയിലുമായിരുന്നേൽ അവിടുത്തെ സൂപ്പർ സ്റ്റാർ ആയി മാറാനുള്ള എല്ലാ കഴിവ് ലുക്കും ഇയാൾക്കുണ്ട്. ഇന്നലെ FTFS മാർക്കോ കണ്ടപ്പോഴാണ് ഉണ്ണി എന്ന താരത്തിനെ ആദ്യമായിട്ട് ഉപയോഗപ്പെടുത്തിയ ഒരു മലയാള സിനിമ കാണാൻ കഴിഞ്ഞത്. പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞ് ഓരോരോ ഐറ്റങ്ങൾ ഇറക്കി വിടുന്ന ടീംസ് മാർക്കോ ടീംസിനെ കണ്ട് പഠിക്കണം. പാൻ ഇന്ത്യ റീച്ച് എന്താണെന്ന് മാർക്കോ വരും ദിവസങ്ങളിൽ കാണിച്ചു തരും. ഉണ്ണി മുകുന്ദൻ റൈസ് ആസ് എ മാസ് ഹീറോ. സിനിമയിൽ വന്നിട്ട് ഇത്രയും കാലമായിട്ടും തൻ്റെ ലെവലിനൊത്ത ഒരു പടം കിട്ടാൻ അയാൾ തൻ്റെ 37-ാം വയസ്സ് വരെ കാത്തുനിന്നു. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ധൈര്യമായി എത്ര ബഡ്ജറ്റ് മുടക്കിയും മാസ് പടങ്ങൾ എടുക്കാൻ എല്ലാ സംവിധായകർക്കും ഒരു പ്രചോദനമാണ് മാർക്കോ. ആക്ഷൻ ഹീറോ എന്ന പരിവേഷത്തിൽ അല്ലാതെ ഉണ്ണിയുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് കാൽട്ടനിലെ അഹമ്മദ് എന്ന റോൾ. ഇനി അയാൾ ആക്ഷൻ ഹീറോ ആയി തന്നെ തിളങ്ങട്ടെ. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാടാം. ശരി തന്നെയാണ്, ഉണ്ണി മുകുന്ദൻ എന്ന താരത്തെ ഉപയോഗപ്പെടുത്തിയ സിനിമകൾ മലയാളത്തിൽ വളരെ കുറവ് തന്നെയാണ്. എന്നാൽ ആദ്യമായിട്ട് ഉപയോഗപ്പെടുത്തിയ മൂവി മാർക്കോ ആണെന്ന് പറയാൻ പറ്റില്ല. മല്ലു സിംഗ്, അതുപോലെ വിക്രമാദിത്യൻ, വേറെയും മാസ് പടങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടല്ലോ. നല്ല പടങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വല്ലപ്പോഴൊക്കെ വന്ന് പോകുന്ന ഒരു സിനിമകളാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. 3-4 വർഷങ്ങൾക്കിടയിൽ ഒരു ഒരു പടം, അദ്ദേഹത്തിൻ്റെ ശരീരത്തിനൊത്ത ഒരു പടം എന്ന ലെവലിൽ തന്നെയാണ് ഉണ്ണി മുകുന്ദനെ മലയാള ഫിലിം ഇൻഡസ്ട്രി യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിനിമയോട് കൂടെ ഉണ്ണി മുകുന്ദൻ വേറെ റേഞ്ചിലേക്ക് എത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മാർക്കോ എന്ന സിനിമയിലൂടെ അദ്ദേഹത്തിൻ്റെ താരമൂല്യം വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ പാൻ ഇന്ത്യൻ സ്റ്റാർ ലെവലിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ ഒരു സിനിമ ഹിന്ദി വേർഷനും അതുപോലെ മലയാള വേർഷനും മാത്രമാണ് തിയേറ്ററിൽ എത്തിയിട്ടുള്ളത്. ബാക്കി വേർഷനൊക്കെ അടുത്ത ആഴ്ചയോട് കൂടെ തിയേറ്ററിൽ എത്തുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന്റെ കളക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് കൊണ്ട് തന്നെ ഏകദേശം 21 കോടിക്കടുത്താണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ. കേരളത്തിൽ നിന്നും ആദ്യത്തെ 2 ദിവസങ്ങൾ കൊണ്ട് 9 കോടിയോളം രൂപ നേടിയിട്ടുണ്ട്. 3-ാം ദിവസമായ ഇന്നത്തെ കളക്ഷനോട് കൂടെ ചിത്രം ഏകദേശം ഒരു 32-33 കോടി റേഞ്ചിലേക്കാണ് എത്തപ്പെടാൻ വേണ്ടി പോകുന്നത്. കേരളത്തിൽ ഇന്ന് ചിത്രത്തിന്റെ ആദ്യ ഞായറാഴ്ച എന്തായാലും ഒരു 5.5-6 കോടിക്ക് ഇടയിൽ വന്ന് നിൽക്കുമെന്നാണ് ട്രാക്കേഴ്സ് പറയുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ചിത്രം ഏകദേശം 14.5 കോടിയിലേക്ക് എത്തും. കേരളത്തിലെ 3 ദിവസത്തെ ചിത്രത്തിന്റെ കളക്ഷൻ മാത്രം. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു. 3 ദിവസങ്ങൾ കൊണ്ട് 33 കോടിയിലേക്കാണ് ചിത്രം എത്തപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇനിയും ബറോസ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ എത്താൻ 2 ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ്. 2 ദിവസത്തെ ചിത്രത്തിന്റെ കളക്ഷനും കൂടെ ചേരുന്ന സമയത്ത് എന്തായാലും ചിത്രം ഏകദേശം 50 കോടി റേഞ്ച് അതിൻ്റെ അടുത്തേക്ക് എന്തായാലും വന്ന് നിൽക്കും. ബറോസ് റിലീസ് ആവുന്ന അന്ന് ചിത്രം വേൾഡ് വൈഡിൽ നിന്ന് 50 CR ഇടം പിടിക്കുകയും ചെയ്യും. വേറെ റേഞ്ച്, വേറെ മാതൃ ലെവലിലേക്കാണ് ബോക്സ് ഓഫീസിൽ മാർക്കോ എന്ന് പറയുന്ന ചിത്രം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ് റിലീസായിട്ട് തിയേറ്ററിൽ എത്തിയ ED, അതുപോലെ വേറെ റൈഫിൾ ക്ലബ്ബ് എന്നീ സിനിമകൾക്കൊക്കെ പോസിറ്റീവ് റിപ്പോർട്ട് തന്നെയാണ്. പക്ഷേ മാർക്കോക്ക് മുന്നിൽ ഈ സിനിമകളെല്ലാം ഒന്ന് ലെവൽ കുറച്ച് താഴ്ന്നു പോയി കളക്ഷൻ്റെ കാര്യത്തിൽ എന്നാണ് പറയാനുള്ളത്. വരും ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന് ഇനി കളക്ഷൻ്റെ കാര്യത്തിൽ സംഭവിക്കുക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. എന്നാലും റൈഫിൾ ക്ലബ്ബ് എന്ന ചിത്രത്തിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻ ഉണ്ട്. EDക്കാണ് കളക്ഷൻ കുറച്ച് കുറഞ്ഞു പോയിട്ടുള്ളത്. റൈഫിൾ ക്ലബ്ബ് എന്ന ചിത്രത്തിന്റെ ഇന്ന് വരെയുള്ള 4 ദിവസത്തെ കളക്ഷനും കൂടി ചേരുന്ന സമയത്ത് വേൾഡ് വൈഡ് ആ ചിത്രത്തിന്റെ കളക്ഷൻ 10 കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ട്. ആ ഒരു ചിത്രത്തെ സംബന്ധിച്ച് അതൊരു പ്രോഫിറ്റ് ആണ്. ഹിറ്റിലേക്ക് തന്നെയാണ് ആ ഒരു സിനിമ ഇതിനോടകം തന്നെ എത്തപ്പെട്ടിട്ടുള്ളത്. ആ ഒരു ചിത്രത്തിന്റെ കാസ്റ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സൂപ്പർ താരങ്ങൾ ആരുമില്ല. നോർമലി നല്ല നല്ല താരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഒട്ടനവധി താരങ്ങളെ യൂസ് ചെയ്തെടുത്ത സിനിമയാണ് റൈഫിൾ ക്ലബ്ബ്.
ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ വേറെ റേഞ്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ക്ലാഷ് ഭീഷണിയായിട്ട് ഇനിയിപ്പോൾ ബറോസ് മാത്രമാണ് ശക്തനായിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും. ഇനി വരും ദിവസങ്ങളിൽ ഇപ്പം നാളെ തിങ്കൾ ചൊവ്വ ഒക്കെ എങ്ങനെയാണ് റൈഫിൾ ക്ലബ്ബ് കയറി വരുമോ മാർക്കോ എന്ന ചിത്രത്തിന് സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് കുടുംബ പ്രേക്ഷകർ ആ സിനിമയെ അകറ്റി നിർത്തുമോ എന്നുള്ളതൊക്കെ നമുക്ക് നാളെ മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്തായാലും ബറോസ് എന്ന സിനിമ വരുന്നത് വരെ ഒരു സേഫ് സോണിൽ തന്നെയാണ് മാർക്കോ. നല്ല രീതിയിലുള്ള കളക്ഷൻ മാർക്കോക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വേൾഡ് വൈഡിൽ നിന്ന് ഒരു ഹ്യൂജ് കളക്ഷൻ ഫിഗറിലേക്ക് തന്നെയാണ് ചിത്രം എത്തപ്പെടാൻ വേണ്ടി പോകുന്നത്. ഉണ്ണി മുകുന്ദൻ്റെ കട്ടച്ചോറ് തെറിപ്പിച്ച മാർക്കോ മൂവി കണ്ടോ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ജസ്റ്റ് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ജിനു എൻട്രി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.